മാർച്ച് 8 വീണ്ടും ഒരു വനിതാ ദിനം കൂടി കടന്നു വരുന്നു. നമുക്ക് കുറച്ച് വനിതാ ദിന ചിന്തകൾ പങ്കുവച്ചാലോ? വെറും ഒരു ഔപചാരിക ദിനാഘോഷം മാത്രമല്ല വനിതാ ദിനം. സ്ത്രീയുടെ അസ്തിത്വത്തെ, മാറ്റങ്ങളുടെ ചരിത്രത്തെ, സമരങ്ങളെ, അവകാശങ്ങളെ, സ്വപ്നങ്ങളെ, നേട്ടങ്ങളെ എല്ലാം ഓർമ്മപ്പെടുത്തുന്ന ദിനമാണ്. സ്ത്രീയുടെ കഴിവുകളെയും സംഭാവനകളെയും മാനിക്കണമെന്നും അതിൻ്റെതായ മൂല്യങ്ങൾ നൽകി ആദരിക്കണമെന്നും ലോകത്തോട് വിളിച്ചോതുന്ന ദിനം കൂടിയാണ്. 1910 ജർമ്മൻ സാമൂഹ്യ പ്രവർത്തകയായ ക്ലാര സെറ്റ്കിൻ മുന്നോട്ട് വെച്ച വനിതാ ദിനത്തിൻ്റെ ഉദ്ദേശം സ്ത്രീകളുടെ വോട്ടവകാശങ്ങളും തൊഴിൽപരമായ അവകാശങ്ങളും ന്യായമായ വേതനവും നേടിയെടുക്കുക എന്നതായിരുന്നു. ഇന്ന് യുണൈറ്റഡ് നേഷൻസ് ഓരോ വർഷവും വനിതാ ദിനത്തിന് പ്രത്യേകമായ പ്രമേയം പ്രഖ്യാപിച്ച് തുല്യത അല്ലെങ്കിൽ ജെൻഡർ സമത്വത്തെക്കുറിച്ചുള്ള ആഗോളപരമായ ചിന്തകൾക്കും ചർച്ചകൾക്കും വഴി തുറക്കുന്നു. വിദ്യാഭ്യാസവും സാമ്പത്തികവുമായ സ്വാതന്ത്ര്യം ഉറപ്പാക്കുക, സ്ത്രീകൾക്കെതിരായുള്ള അതിക്രമങ്ങളും വിവേചനങ്ങളും അവസാനിപ്പിക്കുക, സമൂഹത്തിലെ എല്ലാ മേഖലകളിലും സ്ത്രീകളുടെ പങ്കാളിത്തം ഉറപ്പാക്കുക. ആഘോഷ ദിനമായി ലോകമെങ്ങും കൊണ്ടാടുമ്പോഴും സമത്വത്തിനായുള്ള പ്രതിജ്ഞാ ദിനമാണെന്ന ലക്ഷ്യം ഓരോ മനസ്സുകളിലും സ്ഫുരിക്കണം. 2026 ഔദ്യോഗിക പ്രമേയം പ്രഖ്യാപിച്ചിട്ടുള്ളത് ആഗോള സമത്വം, സുസ്ഥിര വികസനം, വനിതാ നേതൃത്വം തുടങ്ങിയ വിഷയങ്ങൾ കേന്ദ്രീകരിച്ചാണ്. ഇന്ന് സ്ത്രീകൾ രാഷ്ട്രീയം, ഭരണ നേതൃത്വം, ശാസ്ത്രം, സാഹിത്യം, സാങ്കേതിക വിദ്യ തുടങ്ങിയ എല്ലാ മേഖലകളിലും തന്നെ ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട്. മൈക്കൽ ഒബാമയുടെ വാക്കുകളിൽ "There is no limit to what we as women can accomplish" എന്നാണ്. സ്ത്രീകളെ സ്വപ്നം കാണാനും പ്രവർത്തിക്കാനും പ്രചോദിപ്പിക്കുന്ന വാക്കുകൾ ഡോക്ടർ അബ്ദുൽ കലാമിനെ പോലെയുള്ള പ്രഗത്ഭരായ പുരുഷകേസരികൾ നൽകിയിട്ടുണ്ട്. സ്ത്രീകളുടെ അതിരുകളില്ലാത്ത മുന്നേറ്റങ്ങൾക്ക് ഇത് പ്രചോദനവുമായിട്ടുണ്ട്. ചരിത്രത്തിൻ്റെ താളുകളിലുള്ള മികവുറ്റ ഭരണാധികാരികളുടെ ശ്രമങ്ങളും സാഹിത്യകാരന്മാരുടെ തൂലികകളും സ്ത്രീകളുടെ ധൈര്യവും ആത്മവീര്യവും ഉയർത്തുവാനുള്ള വീര്യം പകർന്നിട്ടുണ്ട്. വിവേചനം ഇല്ലാത്ത തൊഴിലിടം ഉറപ്പാക്കുക, സ്ത്രീകളുടെ ശബ്ദം ഉറപ്പാക്കാനും സ്വപ്നങ്ങൾക്ക് ചിറകുകൾ നൽകുവാനുമുള്ള പ്രതിജ്ഞ വനിതാ ദിനത്തിൻ്റെ പ്രതിധ്വനിയാണ്. സ്ത്രീ ശക്തി കുടുംബത്തെയും രാജ്യത്തെയും സ്ഥാപനത്തെയും ഉയർത്തുന്നു. സമത്വം അവകാശമാണ്, അനുഗ്രഹമല്ല. ഒരു പെൺകുട്ടി സ്വപ്നം കാണാൻ ധൈര്യം നേടുന്ന നാളാണ് വനിതാ ദിനം. സമത്വം ഒരിക്കലും സ്ത്രീക്ക് നൽകുന്ന സമ്മാനമല്ല, അവളുടെ അവകാശമാണ്. ഈ വനിതാ ദിനത്തിൽ നമുക്ക് ചിന്തിക്കാം, നാളെ മുതൽ സമൂഹം സ്ത്രീപക്ഷ നിലപാടുകളിൽ എന്ത് മാറ്റം വരുത്തും? അതിരുകളില്ലാത്ത കഴിവുകൾക്ക് ചിറകുകൾ നൽകുന്ന സമൂഹമാകണം അവൾക്ക് ചുറ്റുമുണ്ടാകേണ്ടത്. എല്ലാ മേഖലകളിലും പ്രോത്സാഹനമേകുന്നവരാകണം സ്ത്രീ പുരുഷ ഭേദമന്യേ തുണയാകേണ്ടത്. അപ്പോഴും ഒരു കാര്യം ഓർക്കണം, സംരക്ഷിക്കേണ്ട കാലം കടന്നുപോയി. സ്വയം കരുത്താർജിക്കുന്നവളാകണം. സ്രഷ്ടാവായും നേതാവായും പങ്കാളിയായും കഴിയുന്നതിലുപരി മാറ്റത്തിൻ്റെ ശബ്ദമായി മാറണം. സമത്വം ഒരു മുദ്രാവാക്യമല്ല, പ്രവൃത്തിയിൽ കൊണ്ടുവരേണ്ട സത്യമാണെന്ന് ബോധവതികളാകണം. ഒരു സ്ത്രീ മകളായി, ഭാര്യയായി, അമ്മയായി, മുത്തശ്ശിയായി കുടുംബത്തിലെ ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റുന്നതോടൊപ്പം തൊഴിലിടങ്ങളിലും മികവ് പുലർത്തേണ്ടത് അനിവാര്യമായി കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. എല്ലാ മേഖലകളിലും മത്സരബുദ്ധിയോടെ നീങ്ങേണ്ടി വരുന്നു. മാനസിക സമ്മർദ്ദത്തിൻ്റെ ചങ്ങലക്കെട്ടുകൾ മുറുകാതിരിക്കണമെങ്കിൽ ധൈര്യവും ആത്മവിശ്വാസവും അവൾക്ക് ഏറെ ആവശ്യമാണ്. The best protection any woman can have is courage. ആത്മധൈര്യത്തിൻ്റെയും വിവേകത്തിൻ്റെയും പടച്ചട്ടി അണിഞ്ഞവളുടെ നേർക്ക് വാളുയർത്താൻ ആരുമൊന്നു മടിക്കും. കൃത്യമായ പ്ലാനിങ്ങും
സമയനിഷ്ഠയും ശീലിക്കുന്നത് ദിനചര്യകളെ ഏറെ സുഗമമാക്കും. ഗാർഹിക ജോലികളിൽ കുടുംബാംഗങ്ങളെ കൂടി പങ്കാളികളാക്കുന്നത് ജോലിഭാരം കുറയ്ക്കുന്നതിന് സഹായിക്കും. അത്തരമൊരു അന്തരീക്ഷം ഗൃഹത്തിൽ സംജാതമാക്കുന്നതിൽ ഇന്നത്തെ തലമുറയിലുള്ള കുട്ടികൾ ശ്രദ്ധിക്കുന്നുണ്ട്. പങ്കാളിയുടെ വഴിവിട്ട ബന്ധങ്ങൾ മൂലം തകർന്നു പോകുന്ന പല സ്ത്രീകളെയും കണ്ടിട്ടുണ്ട്. പറഞ്ഞു മനസ്സിലാക്കുവാൻ ശ്രമിച്ചാലും ഫലമില്ലാതെ വരുമ്പോൾ സ്വയം ഉരുകിത്തീരുന്ന മെഴുകുതിരികളാകാതെ ഉറച്ച തീരുമാനത്തോടെ മുന്നേറുവാനുള്ള കരുത്ത് സംഭരിക്കണം. ഒന്നുകിൽ എല്ലാം ക്ഷമയോടെ സഹിച്ച് മുന്നോട്ട് പോകാം, അല്ലെങ്കിൽ ആത്മാഭിമാനത്തോടെ മോചനം നേടി സ്വന്തം കാലിൽ നിൽക്കാനുള്ള കെൽപ്പ് നേടണം. ഇതിനിടയിൽ പെട്ടുപോകുന്ന കുഞ്ഞുങ്ങളെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി അവരുടെ ആത്മവീര്യവും സുരക്ഷിതത്വവും ഉറപ്പാക്കി വേണം മുന്നോട്ട് നീങ്ങാൻ. മറ്റാർക്കോ വേണ്ടി എരിഞ്ഞു തീരാനുള്ളതല്ല സ്ത്രീജന്മം എന്ന് എപ്പോഴും ഓർക്കണം. ഇന്ന് ലേഡീസ് ടൂറുകളുടെയും കൂട്ടായ്മകളുടെയും ബഹളമാണ്. അവിടെയും സ്വന്തം നിലപാടുകളോട് യോജിക്കുന്ന, മനസ്സിന് ലാഘവത്വം നൽകുന്ന കൂട്ടുകെട്ടുകൾ മാത്രം തിരഞ്ഞെടുക്കുക. പരദൂഷണവും പരിഹാസവുമായി നടക്കുന്ന കൂട്ടായ്മകൾ ഗുണത്തെക്കാളേറെ ദോഷമായിരിക്കും നൽകുന്നത്. സ്വയം സ്നേഹിക്കുവാനും ബഹുമാനിക്കുവാനും പരിശീലിക്കുക. ബന്ധുക്കളിൽ നിന്നും, എന്തിന് ഉറ്റ സുഹൃത്തുക്കളിൽ നിന്നു പോലും കൂടുതൽ പ്രതീക്ഷകൾ പുലർത്താതിരിക്കുക. നിങ്ങളുടെ ഇഷ്ടങ്ങളെയും ആഗ്രഹങ്ങളെയും പൊതിഞ്ഞു സൂക്ഷിക്കാതെ പൂർത്തീകരിക്കുവാൻ ശ്രദ്ധിക്കണം. ആരോഗ്യപരിപാലനത്തിനും വ്യായാമത്തിനും പ്രാധാന്യം കൊടുക്കണമെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. നിനക്ക് കഴിയും എന്ന് സ്വയം തെളിയിക്കുന്ന സ്ത്രീയായി മാറണം. അവകാശങ്ങൾ ഉറപ്പിച്ച് സ്വയം അഭിനന്ദനങ്ങൾ നേടാൻ പ്രാപ്തയാകുന്ന സ്ത്രീയെ സമൂഹവും അംഗീകരിക്കും. സ്ത്രീയുടെ ഉയർച്ച മനുഷ്യരാശിയുടെ തന്നെ മുന്നേറ്റമാണ്. എല്ലാവർക്കും വനിതാ ദിന ആശംസകൾ നേരുന്നു. നന്ദി.